ബുദ്ധിമുട്ടാവുമെന്ന്. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ. ഹലോ എവ്രി വൺ, നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മളിന്ന് GS2 പേപ്പറിൻ്റെ ഡീകോഡിങ്ങും സിലബസ് ഡീകോഡിങ്ങും പ്ലസ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ലക്ഷ്മികാന്ത് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇന്ത്യൻ പോളിറ്റി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക്, അത് കുറച്ച് ബൾക്കി ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കില്ലേ, അപ്പോൾ അതെങ്ങനെ നമുക്ക് മെമ്മറി റീറ്റെയിൻ ചെയ്യാൻ പാകത്തിന് വായിക്കാം എന്നൊക്കെയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഞാൻ GS2 ഞാൻ സിലബസാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കുറച്ച് പഴയ സിലബസാണ്. അപ്പം നിങ്ങൾക്ക് സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം. എടുത്തിട്ട് ഞാൻ ഓരോരോ പോയിന്റ് വൈസാണ് പറയുന്നത്. പിന്നെ കുറേ അധികം പോയിന്റ്സിന് ഒരേ റിസോഴ്സസ് ആണ് അല്ലെങ്കിൽ ഒരേ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അത്രയും പോയിന്റ്സ് ഒരുമിച്ചായിരിക്കും പറയുന്നത്. കമ്മിങ് ടു ദ ടോപ്പിക്, ജനറൽ സ്റ്റഡീസ് 2, ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ്, ഇവല്യൂഷൻ, ഫീച്ചേഴ്സ്, അമെൻമെന്റ്സ്, സിഗ്നിഫിക്കൻറ്റ് പ്രൊവിഷൻസ് ആൻഡ് ബേസിക് സ്ട്രക്ചർ. ഇവിടെ ബേസിക്കലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു 3-4 പോയിന്റ്സിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൽ പറയുന്നു ഹിസ്റ്റോറിക്കൽ അണ്ടർപിന്നിങ്സ് എന്തൊക്കെയാണെന്ന്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ സമയത്തുള്ള അല്ലെങ്കിൽ അത് ഉണ്ടാകാനുള്ള ഹിസ്റ്റോറിക്കൽ റീസൺസ്, അപ്പോൾ ആ ഒരു ഉണ്ടായ സമയത്തുണ്ടായിരുന്ന കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ നമുക്കറിയണം. നമുക്ക് മോഡേൺ ഇന്ത്യ പഠിക്കുന്ന സമയത്ത് പഠിച്ചാൽ നല്ലതായിരിക്കും, ഹിസ്റ്ററി റിലേറ്റഡ് ആയതുകൊണ്ട്. ദെൻ ഇവല്യൂഷൻ, ഫീച്ചേഴ്സ്, അമെൻമെൻറ്റ്സ്, സിഗ്നിഫിക്കൻറ്റ് പ്രൊവിഷൻസ് ആൻഡ് ബേസിക് സ്ട്രക്ചേഴ്സ്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമുക്ക് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നൊരു ഫീച്ചറാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നൊരു ഫീച്ചറാണ്. സോ ഈ ഉള്ള കാര്യങ്ങൾ, അപ്പോൾ അതിനെയൊക്കെ കുറിച്ചാണ് ആ ഒരു പോർഷനിൽ പറയുന്നത്. ഇതിലൊരിടത്തും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്നോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്താണെന്നോ പറയുന്നില്ല, പക്ഷേ ഇതിനുള്ളിൽ അത് ഇൻക്ലൂഡഡ് ആണ്. ദെൻ അമെൻമെൻറ്റ്സ്, നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിജിഡിറ്റി, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അമെൻമെൻറ്റ്സിലോട്ട് വരുന്നത്. സിഗ്നിഫിക്കൻറ്റ് പ്രൊവിഷൻസ് ആൻഡ് ബേസിക് സ്ട്രക്ചർ. ബേസിക് സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഞാൻ ബേസിക് സ്ട്രക്ചർ അത്യാവശ്യം കുറേ എക്സാംസിൻ്റെ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സോ ബേസിക് സ്ട്രക്ചർ, പിന്നെ നമ്മുടെ കേശവാനന്ദ ഭാരതി കുറച്ചധികം കേസസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു നോളജും ഉള്ളത് നല്ലതായിരിക്കും. ദെൻ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് പെർട്ടൈനിങ് ടു ദ ഫെഡറൽ സ്ട്രക്ചർ. പിന്നെ പറയുന്നു സെൻറ്ററും സ്റ്റേറ്റിൻ്റെയും ഫങ്ഷൻസും റെസ്പോൺസിബിലിറ്റിയും. ദെൻ പറയുന്നത് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നാണ്. ഈ ഒരു ഫെഡറൽ സ്ട്രക്ചറിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്. ആ ഒരു സമയത്താണ് നമുക്ക് 73-74 അമെൻമെൻറ്റ് വരുന്നത്. എന്താ 73-74 അമെൻമെൻറ്റ് എന്ന് നോക്കുക. സോ ആ ഒരു പോർഷൻസ് എല്ലാം ഇവിടെയാണ് കവർ ചെയ്യുന്നത്. ഡിവല്യൂഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ഫിനാൻസസ് അപ് ടു ലോക്കൽ ലെവൽസ് ആൻഡ് ദ ചാലഞ്ചസ് ദെയറിൻ. സോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ വേരിയസ് ഓർഗൻ, ഡിസ്പ്യൂട്ട് റിഡ്രസൽസ്, മെക്കാനിസംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട് റിഡ്രസൽസ്, ലൈക്ക് ഇന്റർ സ്റ്റേറ്റ് ചാലഞ്ചസ് ഒക്കെ ഇല്ലേ, നമ്മുടെ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് പേജ്, കമ്പാരിസൺ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം വിത്ത് ദാറ്റ് ഓഫ് അതർ കൺട്രീസ്. നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കൺട്രി, സേ ഫോർ എക്സാമ്പിൾ UK, US, അവരുടെ എന്തെങ്കിലും അവരുടെ ആ ഒരു ഗവൺമെൻറ് റിലേറ്റഡ് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ന്യൂസിൽ വരികയാണ്. അപ്പോൾ അതെടുക്കുക, എന്നിട്ട് ഇന്ത്യയുമായിട്ട് അതിനെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക, അത്രേ ഉള്ളൂ. Then Parliament and State Legislature, structure, functioning, conduct of businesses, powers and privileges and issues arising out of these. പാർലമെൻറ്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, എനിക്ക് തോന്നുന്നു ലക്ഷ്മികാന്ത് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇതങ്ങനെ തന്നെ ഉണ്ട്. നമ്മുടെ ഈ ഒരു പേപ്പറിൽ അഥവാ അല്ലെങ്കിൽ UPSC ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ UPSC പറയാൻ കാരണം UPSCയുടെ സിലബസ് എന്ന് പറയുന്നത് കുറേ അധികം സിലബസുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഈ ഒരു എക്സാമിന് നമുക്ക് പിബിൻ്റെ സൈറ്റ്, അതായത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അല്ലെങ്കിൽ PRSൻ്റെ സൈറ്റ്, നമ്മുടെ പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സൈറ്റാണത്, PRSൻ്റെ സൈറ്റ്. പിന്നെ ARC, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് മറ്റേ ഈ ഇൻ്റർനാഷണൽ റിലേഷൻ ഒക്കെ പഠിക്കാൻ വളരെ 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 യൂസ്ഫുൾ ആണ്. ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് കുറേ അധികം ഡേറ്റ കിട്ടുമല്ലോ. Then structure, organization and functioning of the executive and the judiciary. ഇത്രയും നേരം പറഞ്ഞത് ലെജിസ്ലേച്ചറിനെ കുറിച്ചായിരുന്നു. Then ministries and departments of the government, pressure groups and formal. ഇതൊക്കെ നമുക്ക് പ്രഷർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട് ലക്ഷ്മികാന്ത് സാറിൻ്റെ ടെക്സ്റ്റിൽ. Then formal or informal associations and their role in polity. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിന് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അത് ഹിസ്റ്റോറിക്കലി എങ്ങനെയാണ് അതിനൊരു ചായ്വുള്ളത്, അല്ലെങ്കിൽ അതിന് ഇപ്പോഴുള്ള റിലവൻസ് എന്താണ്, ലൈക്ക് ഫ്യൂച്ചറിലുള്ള എക്സ്പെക്റ്റേഷൻസ് എന്താണ്, ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് കുറേയധികം പോയിന്റ്സ് എഴുതാൻ പറ്റും. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും.
Salient features of the Representation of People's Act. അതും ലക്ഷ്മികാന്ത് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് ആയിട്ടൊരു പാർട്ട് അതിനുണ്ടെന്ന് തോന്നുന്നു. Then appointment to various constitutional posts, powers, functions and responsibilities of various constitutional bodies. നമുക്കറിയാം നമുക്ക് കുറേ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്. ഇതിങ്ങനെ തന്നെ യൂണിറ്റ്സ് ഉണ്ട് ഇന്ത്യൻ പോളിറ്റി ടെക്സ്റ്റ് ബുക്കിൽ. അപ്പം അതും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം പഠിക്കുമ്പോൾ നമുക്കത് ന്യൂസിൽ എവിടെയെങ്കിലും വരികയാണെന്ന് വെച്ചോ, ഇപ്പോൾ നമ്മുടെ NTA ഇഷ്യൂ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ന്യൂസിൽ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. Then statutory, regulatory and various quasi-judicial bodies, semi-judicial bodiesനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ പഠിക്കുക. അപ്പോൾ ഇതോടെ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഒരു പാർട്ട് അങ്ങ് തീരും. ഓക്കെ, ദെൻ നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് പാർട്ടാണ്. ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ഇൻ്റർവെൻഷൻസ് ഫോർ ഡെവലപ്മെൻറ്റ് ഇൻ വേരിയസ് സെക്ടേഴ്സ് ആൻഡ് ഇഷ്യൂസ് അറൈസിങ് ഔട്ട് ഓഫ് ദെയർ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. മോസ്റ്റ് ഓഫ് ദീസ് സോഷ്യൽ ജസ്റ്റിസ് പാർട്ട് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. സോ ഇവിടെ ഈ സെക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ എഡ്യൂക്കേഷണൽ സെക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് സെക്ടർ, ഇതിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സ്റ്റേറ്റസ് ഇപ്പം എന്താണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അഗെയിൻ എന്തൊക്കെ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്, എക്സ്പെക്ടേഷൻസ് എന്താണ്, പാസ്റ്റിൽ എന്തെങ്കിലും മേജർ ഇഷ്യൂസ് നടന്നിട്ടുണ്ടോ, ഇതൊക്കെ വായിച്ചാൽ മതിയാവും. ദെൻ development processes and the development industry, the role of NGOs, SHGs and various groups and associations, donors, charities, institutional and other stakeholders. നമുക്ക് എല്ലാവർക്കും അറിയാം ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ഇറ എന്ന് പറയുന്നത് ഒന്ന് ക്ലൈമാറ്റിക് ചേഞ്ചസ്, ലൈക്ക് ക്ലൈമാറ്റിക് ഇഷ്യൂസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുന്നതാണ്. നമ്മളിപ്പോൾ ഹിസ്റ്ററി ആണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച്, അപ്പോൾ അവിടെയുള്ള വിമൻ ലൈക്ക് ഫ്രീഡം ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ വിമൻ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം കൺസോൾട്ടേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വേറെ എന്ത് പഠിക്കുമ്പോഴും അവിടെ വിമൻ റിലേറ്റഡ് ലൈക്ക് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പഠിക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നതാണ്. സോ അതാണ് ആ ഒരു പോയിന്റ്. ദെൻ welfare schemes for vulnerable sections of the population by the center and state and the performance of these schemes, mechanism, laws, institutions and bodies constituted for the protection and betterment of these vulnerable sections. See, children, women, അപ്പം ഇവർക്കൊക്കെ വേണ്ടിയുള്ള വെൽഫെയർ സ്കീംസ് എന്തൊക്കെയാണ്? ഇപ്പം സ്റ്റേറ്റ് സേ ഫോർ എക്സാമ്പിൾ തമിഴ്നാട് ഒരു വെൽഫെയർ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ സ്കീം എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്കീംസിൻ്റെ നല്ല വശങ്ങൾ എന്താണ്, ഫ്യൂച്ചറിൽ ഇത് ബാക്കിയുള്ള സ്റ്റേറ്റ്സ് അഡോപ്റ്റ് ചെയ്താൽ എന്തൊക്കെ ബെറ്റർമെൻ്റ് ആണ് അവർക്ക് ഉണ്ടാവുക, ലൈക്ക് നേഷൻ വരെ നമുക്കിത് കൊണ്ടുവരാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇനി അല്ല ഒരു ന്യൂസിൽ ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു സ്കീമാണ് പറയുന്നതെങ്കിലും എന്തുകൊണ്ട് അത് ഫ്ലോപ്പായി, ചിലപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കും പ്രശ്നം. സാധനം നല്ലതായിരിക്കും, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കും പ്രശ്നം. സോ നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. Issues related to development and management of social sector services relating to health, education, human resources. ഇവിടെ നമ്മൾ മെയിൻലി ഇങ്ങനെ ഡൈനമിക് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സോഷ്യൽ ജസ്റ്റിസും ഒക്കെ വരുന്നത്. സോ ആ സമയത്ത് ഇംപ്ലിമെൻറ്റേഷൻ, ഹൗ, വൈ, വാട്ട്, ഫ്യൂച്ചർ എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. കാരണം നമ്മൾ എല്ലാം പഠിക്കുന്നുണ്ട്. ഇഷ്യൂസ് റിലേറ്റഡ് ടു പോവർട്ടി ആൻഡ് ഹങ്കർ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഒരു ഗ്ലോബൽ സ്കെയിലിൽ നോക്കുമ്പം വിമൻ എംപവർമെൻറ്റും അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ഇഷ്യൂസൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു ഡിസ്പാരിറ്റി ഉണ്ടല്ലോ ബിറ്റ്വീൻ പുവർ ആൻഡ് ദ റിച്ച്, അത് വലുതാണ്. അപ്പം അങ്ങനെ ഒരു രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ലൈക്ക് ഇഷ്യൂസ് റിലേറ്റഡ് ടു പോവർട്ടിയും ലൈക്ക് ആൻഡ് ഹങ്കർ അതും പഠിച്ചിരിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിൽ വരുന്നത്. ദെൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഗവർണൻസ്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഇ ഗവർണൻസ് ആപ്ലിക്കേഷൻസ്, മോഡൽസ്, സക്സസസ്, ലിമിറ്റേഷൻസ് ആൻഡ് പൊട്ടൻഷ്യൽ, citizen charters, transparency and accountability, and institutional and other measures. So ബേസിക്കലി ഗവേണൻസിൻ്റെ പാർട്ടാണ് ഇവിടെ വരുന്നത്. ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്കാൻഡൽസ് വരികയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ ഒരു സ്കാൻഡൽ വരികയാണ്, ലൈക്ക് ദേ ഡിഡ് സംതിങ് റോങ്, സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ നീറ്റ് എക്സാം നടന്നില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇഷ്യൂസ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം മുതലേ അത് ഫോളോ ചെയ്യണമെന്നില്ല, പക്ഷേ ഇതിനൊരു കൺക്ലൂഷൻ ആകുമ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊറോണ വന്ന സമയം മുതൽ നമ്മളത് ഫോളോ ചെയ്യണം നിർബന്ധമില്ല. ഇപ്പം നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സൈറ്റിൻ്റെ അകത്ത് കൊറോണയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. സോ അതൊക്കെ വായിച്ചാൽ നമുക്ക് അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലേക്ക് ഏതൊക്കെ കൺട്രീസ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഏതൊക്കെ കൺട്രീസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മളത് കോമ്പാക്ട് ചെയ്തത്, ഇതൊക്കെ നമുക്ക് കിട്ടും. സോ അങ്ങനെ നോക്കുക. ഓക്കെ,
ദെൻ റോൾ ഓഫ് സിവിൽ സർവീസസ് ഇൻ എ ഡെമോക്രസി. ഇത് നമ്മൾ ഒരു നോട്ടൊക്കെ എഴുതി വെക്കാം. എഴുതി വെച്ചതിന് ശേഷം കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക. ദെൻ ദ മേജർ ലൈക്ക് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പാർട്ടാണ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. സോ അതിൽ ബൈലാറ്ററൽ, regional and global grouping and agreements involving India and or affecting India's interest. Like ഇന്ത്യയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യാസ് ഇൻട്രസ്റ്റ്, ഇന്ത്യയുടെ ഇൻട്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് എന്തെങ്കിലും ഒരു ലോ അല്ലെങ്കിൽ ഒരു ആക്ട് ഏതെങ്കിലും ഒരു കൺട്രി പറയുകയാണെങ്കിൽ അതും നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഈ ബയലാറ്ററൽ എന്ന് വെച്ചാൽ ഇന്ത്യ ആൻഡ് റഷ്യ രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻസ്. ഇതും ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സൈറ്റിനകത്ത് നമുക്കൊരു ലിങ്ക് ഉണ്ട്. അതിൽ കയറി നോക്കുമ്പോഴേക്കും ഇന്ത്യ ABCD സോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയും ഈ പറയുന്ന രാജ്യങ്ങളും തമ്മിലുള്ള റിലേഷൻസ് ലൈക്ക് 1-to-1 റിലേഷൻസിൻ്റെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് കാണും. അപ്പം അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ദെൻ ഇഫക്ട്സ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യാസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ. നേരത്തെ പറഞ്ഞതുപോലെ എന്ത് പഠിക്കുമ്പോഴും ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് അതിൽ എന്താണ്, ഇന്ത്യക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും അതിലുണ്ടോ, അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. ദെൻ അങ്ങനെയുള്ള പോളിസീസ് ഏതെങ്കിലും രാജ്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ അതൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുമ്പോൾ നമ്മളെ പോലുള്ള കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവരെ നമുക്ക് നോക്കിക്കാണാവുന്ന കൺട്രീസാണ് അല്ലേ. നമുക്ക് അവരെ നോക്കി ഓക്കെ ദേ ഡിഡ് സംതിങ് ഗുഡ്, ക്യാൻ ദിസ് ബി അപ്ലൈഡ് ടു അസ്, അങ്ങനെ ഒക്കെ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. ദെൻ ഇമ്പോർട്ടൻറ്റ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏജൻസീസ് ആൻഡ് ഫോറ, ദെയർ സ്ട്രക്ചർ, മാൻഡേറ്റ്. ബേസിക്കലി WTO, UN, വേൾഡ് ബാങ്ക് ഇവരൊക്കെ എന്തൊക്കെ പറയുന്നു, അഗെയിൻ അത് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് അതിലെന്താണ്, ലൈക്ക് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും അതിലുണ്ടോ, ഇതൊക്കെ നോക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ലാസ്റ്റ് പാട്ടെല്ലാം നമുക്ക് കുറേ അധികം ഡൈനമിക് ആയിട്ടുള്ള പാട്ടാണ്, ന്യൂസ് പേപ്പറിൽ നിന്നൊക്കെ കിട്ടുന്ന പാട്ടാണ്. അപ്പോൾ അതൊക്കെ നോക്കുക. നമ്മളെപ്പോഴും ഒരു ഫോറിൻ കൺട്രിയെക്കുറിച്ച് നമ്മൾ ഇന്ത്യ ആൻഡ് എ ഫോറിൻ കൺട്രി, സേ ഫോർ എക്സാമ്പിൾ ഇന്ത്യ ആൻഡ് ചൈന, ഹിസ്റ്റോറിക്കലായിട്ട് എന്തെങ്കിലും അവരോട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ, ജോഗ്രഫിക്കലായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ, ഇക്കണോമിക്കലി ഉണ്ടോ, പൊളിറ്റിക്കലി ഉണ്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചാൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയാണ് സിലബസ്. ഞാനിത് വളരെ പെട്ടെന്ന് വായിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്, കാരണം ഒരുപാട് പേർക്ക് ഇത് അറിയാമായിരിക്കും. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ലക്ഷ്മികാന്ത് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കില്ലേ ഇന്ത്യൻ പോളിറ്റി, അത് എങ്ങനെ വായിക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് തുടങ്ങുന്നത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്സ് എന്നാണ്, നമ്മൾ സിലബസും അങ്ങനെയാണ് തുടങ്ങുന്നത്. പക്ഷേ ഈ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കുറേ അധികം ഹിസ്റ്ററി റിലേറ്റഡ്, കുറേ അധികം ഫാക്ട്സ് ഉള്ള കാര്യമാണ്. സോ അത് പഠിക്കുമ്പോൾ നമ്മൾ മറക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾക്കത് മോഡേൺ ഇന്ത്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാം. അല്ലാത്ത പക്ഷം യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആൻഡ് ഗവർണർ. കാരണം ഇവരൊക്കെ ചെയ്യുന്നത് ഒരേ കാര്യങ്ങളാണ്. ലൈക്ക് ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 52 ആർട്ടിക്കിൾ 52 53 മുതലാണ് പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബെയർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. PDF ഒക്കെ കിട്ടും, ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി. സോ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ ഇവരുടെ 3 പേരെയും പഠിക്കുക. ദെൻ എമർജൻസി പ്രൊവിഷൻസ് പഠിക്കുക. ഇതും പ്രസിഡന്റുമായിട്ട് റിലേറ്റഡ് ആണല്ലോ, ഈ മുകളിൽ പറഞ്ഞ ആൾക്കാരുമായിട്ട്. ദെൻ PM, സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്ലസ് ക്യാബിനറ്റ് കമ്മിറ്റീസ് പഠിക്കുക. ദെൻ CM, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പഠിക്കുക. അഗെയിൻ കമ്മിങ് ടു പാർലമെന്ററി സിസ്റ്റം ആൻഡ് ഫെഡറൽ സിസ്റ്റം. നമ്മുടെ കാരണം നമ്മൾ പാർലമെന്റ് ഇതുവരെ പഠിച്ചിട്ടില്ല. സോ പാർലമെന്ററി സിസ്റ്റവും ഫെഡറൽ സിസ്റ്റവും തമ്മിലുള്ള ക്ലാസിഫിക്കേഷൻ പഠിക്കുക. ക്ലാസിഫിക്കേഷൻ അല്ല, ലൈക്ക് കമ്പയർ ചെയ്തത് പഠിക്കുക. പിന്നെ പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പഠിക്കുക. പാർലമെന്റ് എന്ന് പറയുന്ന ടോപ്പിക് ലക്ഷ്മികാന്ത് സാറിൻ്റെ ടെക്സ്റ്റിൽ ഓൾമോസ്റ്റ് 40 പേജസ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 40 പേജസ് ഉണ്ടെന്നാണ്. അപ്പോൾ അതൊരു വലിയ ടോപ്പിക്കാണ്. സോ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അതിന് ശേഷമോ അതിനടുത്തായിട്ടോ പഠിക്കുക. ദെൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG അതിനെക്കുറിച്ച് പഠിക്കുക. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ച് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാർലമെൻറ്റിന് കൂടെ വേണമെങ്കിൽ പഠിക്കാം. അത് കുറച്ച് അധികം എന്താ പറയുക, പാർലമെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചധികം ലെങ്തി ആയിട്ടുള്ളൊരു പോർഷൻ ആയതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ SC, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, പിന്നെ ട്രിബ്യൂണൽസ്. ഹൈക്കോർട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ സബോർഡിനേറ്റ് കോർട്ട്സും കൂടെ പഠിച്ചു വയ്ക്കുക. ദെൻ ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ ആക്ടിവിസം, PIL, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പഠിക്കുക. അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ പഠിക്കുക. ദെൻ UPSC, സ്റ്റേറ്റ് PSCs ഇതിനെക്കുറിച്ച് പഠിക്കുക. അതിൻ്റെ കൂടെ ഫിനാൻസ് കമ്മീഷനും കൂടെ നോക്കുക. ദെൻ നീതി ആയോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
പിന്നെ ഓൾ അതർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അതർ ദാൻ ഇലക്ഷൻ കമ്മീഷൻ പഠിക്കുക. സെൻറ്റർ സ്റ്റേറ്റ് ഇന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്സിനെയൊക്കെ കുറിച്ച്. അപ്പോൾ അവിടെയൊക്കെ നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും. സോ സെൻറ്റർ സ്റ്റേറ്റ് ഇന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കുക. നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പഠിക്കേണ്ടെന്ന് പറഞ്ഞു. ഇനി ഇലക്ഷൻ കമ്മീഷൻ, ഇലക്ഷൻ, ആൻറ്റി ഡിഫെക്ഷൻ. ഈ ഇലക്ഷനെ കുറിച്ച് കുറച്ചധികം പോർഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരുപോലെയുള്ള ആൾക്കാരൊക്കെ ഒരുമിച്ച് പഠിക്കുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ റെസ്റ്റ് ഓഫ് ദ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലും നോൺ കോൺസ്റ്റിറ്റ്യൂഷനിലും ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പഠിക്കുക. ഇനി റൈറ്റ്സും ഡ്യൂട്ടീസും പിന്നെ DPSP, സിറ്റിസൺഷിപ്പ്, ഈ ഫ്രണ്ടിലെ പോർഷൻസ് ഇല്ലേ അതൊക്കെ നോക്കുക. പ്രിയാമ്പിളും അമെൻമെൻറ്റും ഒരുമിച്ച് നോക്കുക. ആ ഒരു സമയത്ത് നമ്മുടെ ഈ കുറച്ച് കേസസ് ഒക്കെ ഇല്ലേ, നമ്മുടെ ഫോർ എക്സാമ്പിൾ കേശ്വാനന്ദ ഭാരതി കേസ്, അപ്പോൾ ഇതൊക്കെ പഠിച്ച് നോട്ട് മേക്ക് ചെയ്യാനുള്ള ഒരു സമയമാണ്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂട്ടീസ് ഒക്കെ നമ്മൾ മറന്നു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേസമയം ഞാൻ കുറച്ച് മുകളിൽ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ അത്യാവശ്യം ഓർത്തിരിക്കാനുള്ള ചാൻസസ് കൂടുതലുമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ദെൻ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് വായിക്കുക, റെസ്റ്റ് ഓഫ് ദ പോർഷൻസ് എല്ലാം വായിച്ചു വയ്ക്കുക. ഓക്കെ, ഞാൻ പൊളിറ്റി അല്ലെങ്കിൽ GS2 പറയാൻ കാരണം ഞാൻ ഇനി എടുക്കുന്നത് അതിൻ്റെ ക്ലാസ്സസ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം. അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നു, ഞാൻ എന്താണ് അടുത്ത് പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്യാമല്ലോ. എനിക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരാളെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ട് ക്ലാസ് കാണുമ്പോൾ ഒരു റിഫ്രഷർ പോലെ ആകുമല്ലോ. സോ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ചില പാർട്സ് പഠിക്കുമ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബെയർ ആയിട്ടുള്ള പാർട്ടൊന്ന് ഒരു PDF ആയിട്ട് എടുത്തിട്ട് അത് യൂസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ഞാൻ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി പഠിച്ച സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പിക്ചർ ആഡ് ചെയ്യാം. സോ ഇതിൽ ഞാൻ നമ്മുടെ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ഇതിൽ പറയുന്നുണ്ട്. അതിൽ ഞാൻ പഠിച്ച സമയത്ത് എന്തൊക്കെയാണ് പഠിച്ചത്, എക്സ്ട്രാ പോയിൻറ്റ്സ് അതെല്ലാം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചില 2 ടെറിട്ടറീസ് എന്താ പറയുക, കുറച്ച് സ്റ്റേറ്റ്സിനെ പോലുള്ള പ്രിവിലേജസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. സോ എനിക്കത് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ലക്ഷ്മികാന്ത് സാറിൻ്റെ ടെക്സ്റ്റിൽ നിന്ന് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം അത് ഓൾറെഡി ഒരു നോട്ട്സ് പോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിൽ പോയിൻറ്റ്സ് ചെയ്ത് എനിക്ക് സ്ഥലം കിട്ടാറില്ല, എനിക്കതിൽ സ്ഥലമില്ല. മേ ബി എൻ്റെ ബുക്കിൻ്റെ കുഴപ്പമായിരിക്കാം, ഞാൻ പറഞ്ഞില്ല പഴയതാണ്. അതുപോലെ പേപ്പർ ക്വാളിറ്റി കുറവാണ് അതിന്. സോ എനിക്ക് ഇതിൽ അത്യാവശ്യം നോട്ട്സ് ചെയ്യുന്ന സ്ഥലം കുറേ അധികം സ്ഥലമുണ്ട് അപ്പുറത്തിപ്പുറത്തൊക്കെ. പിന്നെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു എങ്ങനെയാണ് അത് സോർട്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടല്ലോ, അത് കുറച്ച് നല്ല രീതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതൊക്കെ പഠിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും, ബെനിഫിഷ്യൽ ആയിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് പഠിച്ചും, ഇപ്പം നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ പൊളിറ്റി, അല്ലെങ്കിൽ ഹിസ്റ്ററി, എന്ത് പഠിച്ചാലും വാട്ട്, വൈ, വെൻ, റെലവൻസ്, ടുഡേ, ടുമോറോ ആൻഡ് ഫോർ ദ ഫ്യൂച്ചർ. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ വാട്ട്, വൈ, വെൻ, ഹൗ ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ആ കാര്യം നമുക്ക് അറിയാവുന്ന എന്നല്ലേ വെക്കാം. So that's that. I hope this was helpful for you all. If it was helpful, feel free to share it with someone else. And അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. കുറേ അധികം പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിൽ കുറച്ച് പേജസ് ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഒക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഒരു പുതിയതായിട്ട് ഒരുപാട് പേര് വന്നിട്ട് ചിലരുടെ കമൻസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ ഒരാളുടെ ഒരു കമൻറ്റ് കണ്ടു, ലൈക്ക് പ്ലേലിസ്റ്റ് ചെയ്യാവോ, ബുദ്ധിമുട്ടാവോ എന്നൊക്കെ. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ഡു കമൻറ്റ്. ഓക്കെ, താങ്ക് യു.